ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിപ്പം ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാണ്ടിരിക്കാം. ഐ ഡോണ്ട് ഗിവ് എ ഷിറ്റ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതെൻ്റെ ധന്യേഷ് രാജേഷ് ആയിട്ടുള്ള നിങ്ങൾ ഹെലൻ ഓഫ് സ്പാർട്ട പാട്ട പിന്നെ ഒക്കെ ആയിട്ട് അറിയുന്ന എൻ്റെ വെരി പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയനാണിത്. ആക്സെപ്റ്റ് ചെയ്യുന്നവർക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് യു സ്കിപ്പ്, അത്രേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കാണാനിടയുണ്ടായിരുന്നു. ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന ഒരു ചേച്ചീൻ്റെ പ്രൊഫൈൽ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ ഇതിന് മുന്നേ ഈ കൊല്ലം സുധി എന്ന് പറഞ്ഞ ആ ഒരു ആളുടെ മരണത്തോടനുബന്ധിച്ചിട്ട് ഈ പറയുന്ന വ്യക്തി മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് റിയാക്ട് ചെയ്തിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ 2 ദിവസമായി തോന്നുന്നു. ഞാൻ ഇന്നലെയാണ് പക്ഷെ കാണുന്നത്. വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് 2-3 ദിവസം ആയിട്ടുണ്ട്. ഈ മരിച്ചു പോയിട്ടുള്ള ഈ ഒരു വ്യക്തിൻ്റെ സ്മെല്ല് പെർഫ്യൂം ആക്കാൻ വേണ്ടി ദുബായിലേക്ക്, അത് ഇവരുടെ വൈഫ് രേണു എന്ന് പറഞ്ഞ ആ ഒരു ചേച്ചി ആവശ്യപ്പെട്ടത് മൂലം പിന്നെ ആ ഒരു ആളുടെ ഒരു സ്മെല്ല് പെർഫ്യൂം ആക്കാൻ വേണ്ടിയിട്ട് ദുബായിൽ ഈ ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന ആ ഒരു ചേച്ചി ദുബായിൽ ഒരു ഇനാഗ്രേഷന് പോയ സമയത്ത് ഈ ഡ്രസ്സ് എടുത്തുകൊണ്ടാണ്, ആ മരിക്കുന്ന സമയത്ത് ആളിട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് എടുത്ത് കൊണ്ടുപോയി അതിൻ്റെ സ്മെല്ല് പെർഫ്യൂം ആക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൻ്റെ താഴത്ത് നെഗറ്റീവും വന്നിട്ടുണ്ട്, കുറേ പോസിറ്റീവും വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ആ ഒരു കുടുംബത്തിന് വളരെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന ആൾ. ഓക്കെ, ആ ആളുടെ മരണം തൊട്ടിട്ട് ഞാനിപ്പോൾ സംസാരിക്കുന്ന സമയം വരെയും ഈ ഒരു ഫാമിലീനെ നല്ല രീതിയിൽ ഇവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇല്ല എന്നൊന്നും ആർക്കും പറയാൻ വേണ്ടി പറ്റില്ല. അത് വലിയൊരു കാര്യമാണ്. ഈ ഇരുന്ന് കുരക്കുന്ന എനിക്ക് പോലും അങ്ങനെ തോന്നിയിട്ടില്ല. നിങ്ങൾ വീഡിയോ കാണുന്നതായിരിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവില്ല. അപ്പം ആ ഒരു വ്യക്തിനോടുള്ള സ്നേഹം കൊണ്ട് ആ ഒരു ഫാമിലീനെ ഹെൽപ്പ് ചെയ്യുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് അല്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല, എനിക്കും പറയാൻ പറ്റില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ. ഈ പറയുന്ന രേണു എന്ന് പറയുന്ന ആ ചേച്ചി ആവശ്യപ്പെട്ടിട്ടാണെങ്കിൽ പോലും ആ ഒരു സ്മെല്ല് പെർഫ്യൂം ആക്കി കൊടുക്കുന്ന സാധനം ഒരു കോണ്ടന്റ് ആക്കി അപ്ലോഡ് ചെയ്തതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. ഐ എം സോ സോറി ടു സേ ദസ്. നിങ്ങൾക്കിത് കാണുന്നവർക്ക് അത് ഓക്കെ ആവാം, അല്ലാണ്ടിരിക്കാം. പക്ഷെ അതെനിക്ക് ആക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല. ഇതൊരു കൈൻഡ് ഓഫ് സ്നേഹം അല്ലെങ്കിൽ സഹതാപം പിടിച്ചു പറ്റുക, അല്ലെങ്കിൽ സ്നേഹം വിറ്റ് കാശുണ്ടാക്കുക, ആ ഒരു കൈൻഡ് ഓഫ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തോന്നാനുള്ള റീസണും ഞാൻ പറഞ്ഞു തരാം. അതൊരു കോണ്ടന്റ് അല്ല എന്ന് ഞാൻ പലരെയും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. ലക്ഷ്മി നക്ഷത്രയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല, യൂട്യൂബ് ചാനലിൽ നിന്ന് വരുമാനത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തിടും. ഓക്കെ, ആ ഒരു പൈസ അതിൽ നിന്ന് വരുന്നില്ല എന്നുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തിട്ട് അത് ഉറപ്പാണ്. മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തിട്ടിട്ട് പ്രിവ്യൂ കൊടുത്തിട്ട് പിന്നെ നല്ല രീതിയിലുള്ള വളരെ സാഡായിട്ടുള്ളതും മുന്നേ പ്രീ വീഡിയോസിലുണ്ടായിരുന്ന കട്ടുകൾ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടൊക്കെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന വിത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അപ്ലോഡ് ചെയ്യുന്നത് ഒരു കോണ്ടന്റ് അല്ല എന്ന് ആരും പറയേണ്ട, അതൊരു കോണ്ടന്റ് തന്നെയാണ്. ഓക്കെ, അപ്പം അതിൽ പറയുന്നുണ്ട് നെഗറ്റീവ് അടിക്കുന്നവർക്ക് നെഗറ്റീവ് അടിക്കാം, കുഴപ്പമൊന്നുമില്ല. എനിക്ക് എൻ്റെ ഓഡിയൻസിനെ ഇത് കാണിക്കണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണെന്നുള്ളത് ഫൈൻ, ഇറ്റ്സ് ഫൈൻ, കാണിച്ചോളൂ, അതൊന്നും വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് ഗ്രൂപ്പിലാണ് ആക്ച്വലി ഈ ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കോളേജ് ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്താണ് വന്നത്. അപ്പോൾ അവർക്കൊക്കെ ഇതേ അഭിപ്രായമാണ്. ആ ഒരു വ്യക്തിൻ്റെ സ്മെല്ല് പെർഫ്യൂം ആക്കുക അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആരും അറിയാണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് സന്തോഷമുള്ള കാര്യമാണ്. അപ്പം അതെവിടെയെങ്കിലും ഈ പറയുന്ന രേണു എന്ന് പറയുന്ന വ്യക്തിയോ അങ്ങനെ ആരെങ്കിലും ആണ് വന്ന് പറഞ്ഞെന്നുണ്ടെങ്കിലും അതിലൊരു മനോഹാരിത ഉണ്ടായിരുന്നു. പക്ഷേ ഇതവിടെ പോകുന്നു. പിന്നെ കുറേ സാഡ് BGM ഇടക്ക് കുത്തിക്കയറ്റുന്നു, സ്ലോ മോഷൻ ഇടുന്നു. പിന്നെ അതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരും. ആ പെർഫ്യൂം കൊടുക്കുന്ന ഒരു പാർട്ടും കൂടെ വരും ഇനി. അതൊക്കെ പിന്നെ ഇതിൻ്റെ താഴത്തും വന്നിട്ട് കമൻ്റ് ഇടുന്ന ആൾക്ക്, നിങ്ങൾ മനുഷ്യന്മാരെന്നല്ലേ, മജ്ജയും മാംസവും ഒക്കെ ഉള്ള മനുഷ്യന്മാരെന്നല്ലേ? ഇവരുണ്ടല്ലോ ഇങ്ങനെ ഏകദേശം എല്ലാവരും ഇതുപോലെ തന്നെയാണ് ചിന്തിക്കുക. 80% ആൾക്കാരും ഇത് ഞാനിപ്പം പറയുന്ന പോലെ തന്നെയാണ് ചിന്തിക്കുക. പിന്നെ കമൻറ്റ് വന്നിടുന്നത് ഇത് അങ്ങനെയാണ്, അത് ഭയങ്കര പോസിറ്റീവായിട്ട് കമൻറ്റ് ഇടുന്ന ആൾക്കാർ കള്ളത്തരമാണത്, കള്ളത്തരം തന്നെയാണ്. കാരണം ഞാനിത് കുറച്ച് ആൾക്കാരോടും കൂടി ഇങ്ങനെ ചർച്ച ചെയ്തപ്പോൾ സെയിം ഒപ്പീനിയനാണ്. സഹായിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്, വളരെ നല്ല കാര്യമാണ്. ചിലപ്പം ആരും ചെയ്യാത്ത, ഇപ്പം അവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിടത്തായിരിക്കട്ടെ എവിടെയാവട്ടെ, ആരും ചെയ്യാത്ത ഒരു ഹെൽപ്പ് തന്നെയാണ് ഈ പറയുന്ന വ്യക്തി ചെയ്യുന്നുള്ളത്. പക്ഷേ ആ ഒരു സാധനത്തെ വിറ്റ് കാശുണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാധനം വീഡിയോ ആക്കി ഇട്ട സമയത്ത് എഗെയിൻ ആൻഡ് എഗെയിൻ ഞാൻ പറയുന്നത് ഇതെൻ്റെ വെരി വെരി പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇതിപ്പം എന്താ പറയുക,
ഇതിന് മുന്നേയും അവർ ഈ ഒരു ആളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതേപോലെ BGM എടുത്തിട്ടൊക്കെ. പിന്നെ ഇടയ്ക്ക് ഞാൻ ചെയ്തിട്ടുണ്ടോ അറിയില്ല എനിക്ക് ആ സാധനം, മിസ്ലീഡിങ് ആയിട്ടുള്ള തമ്പനയിൽ ഇട്ടിട്ട് പട്ടി പ്രഗ്നൻ്റ് ആയ സാധനങ്ങളും അങ്ങനെയൊക്കെ ഇട്ട്. അപ്പം ഇവർക്കിതൊരു പുത്തരി കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. ലക്ഷ്മി നക്ഷത്ര എന്ന് പറഞ്ഞാൽ ആ ഒരു ചേച്ചിക്ക് ഇതൊരു പുതിയൊരു കാര്യമായിരിക്കില്ല ആൾക്കാർ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ നെഗറ്റീവ് വരുന്നതോ ട്രോള് വരുന്നതോ മീം ഇറങ്ങുന്നതോ ഒന്നും. ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നു ചേച്ചീനോടാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്, ഓഫ് കോഴ്സ് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ അതൊരു രീതിയിലേക്ക് പോകുന്നുണ്ട്. നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ടാണ് ഞാൻ പറയുന്നത്, വളരെ വലിയ കാര്യമാണ്. സ്റ്റിൽ ഒന്ന് എന്താ പറയുക, ഇതിൻ്റെ ഇപ്പോൾ നെക്സ്റ്റ് എന്തായാലും അത് കൊണ്ട് കൊടുക്കുന്ന പാർട്ടിലെങ്കിലും നിങ്ങൾ ഇതുപോലെയുള്ള സാഡ് BGM മുമ്പത്തെ ഇപ്പം പെർഫ്യൂം ഉണ്ടാക്കാൻ പോയടത്തുള്ള കട്ടും കാര്യങ്ങളൊക്കെ വെച്ച് അതിൻ്റെ സ്ലോ മോഷൻ അങ്ങനെയൊന്നും ചെയ്യാണ്ടത് നോർമലി അങ്ങനെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. നിങ്ങളുടെ ഇഷ്ടമാണ്. അത് കോണ്ടന്റ് അല്ല എന്ന് കുറച്ച് ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. കോണ്ടന്റ് അല്ല എന്ന് പറയരുത് എന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ട്. കോണ്ടന്റ് ആയതുകൊണ്ടാണ് അത്രയും അടിപൊളിയായിട്ട് അത് എഡിറ്റ് ചെയ്ത് എന്താ പറയുന്നത് അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ അതിലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും ആഗ്രഹം ഉണ്ടാവും നമ്മുടെ ലൈഫിൽ അത്രയും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെപ്പോഴും കൂടെ ഉണ്ടാവണം എന്നുള്ള ഒരു സാധനം, അങ്ങനത്തെ ഒരു ഫ്രേഗ്രൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തത് വളരെ നല്ല കാര്യം. ഞാൻ ഫസ്റ്റ് ടൈമാണ് അത് കേൾക്കുന്നത്. ആ ഒരു വീഡിയോയിൽ കൂടിയിട്ടാണ് എനിക്ക് അങ്ങനെ ആ ഒരു വ്യക്തി അത് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് എ ഗുഡ് തിങ്. അഗെയിൻ ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ, ബൈ.